കാത്തു നിൽക്കുകയാണോ എന്നുള്ളതിൽ വ്യക്തതയില്ല. എന്തായാലും നേതാക്കന്മാരെല്ലാം ജയിലിന് പുറത്തുണ്ട്. ഇപ്പോൾ കുറച്ചു മുൻപ് ജയിലിലുള്ള കന്യാസ്ത്രീയുടെ സഹോദരി അടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട്. കന്യാസ്ത്രീകൾ എപ്പോൾ പുറത്തിറങ്ങുമെന്നതിൽ ഒരു വ്യക്തത വരണം. ഉടൻ തന്നെ ഇറങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആദിൽ പാലോട് ചേരുന്നുണ്ട് ജയിൽ പരിസരത്ത് നിന്ന്. ആദിൽ, ഇപ്പോൾ എന്താണ് അറിയാൻ കഴിയുന്നത് ഇവർ പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട്? ഉടൻ പുറത്തിറങ്ങുമോ എന്ന സംശയമാണ് ഇപ്പോഴിവിടെ ഉള്ളത്. ഏതായാലും ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ടല്ലോ. ബന്ധുക്കളുണ്ട്. പി സന്തോഷ് കുമാർ, ചാണ്ടി ഉമ്മൻ, ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള നേതാക്കൾ. ജോസ് കെ മാണിയെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ, അനൂപ് ആന്റണി, ഷോൺ ജോർജ് അടക്കം BJPയുടെ നേതാക്കളുമുണ്ട്. ഏതായാലും ഇവർ നേതാക്കളെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ പരിസരത്ത് മഠത്തിലും മറ്റുമുണ്ടായിരുന്ന ബന്ധുക്കളോട് ഉടൻ തന്നെ ജയിലിലേക്ക് എത്താനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. അതിന് കാരണം ഉടൻ ജയിൽ മോചനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു മഠത്തിൽ ലഭിച്ച നിർദ്ദേശം. ഏതായാലും അങ്ങനെയെങ്കിൽ ഉടനെ മോചനം ഉണ്ടാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ ദുർഗ് സെൻട്രൽ ജയിലിൻ്റെ വനിതാ ബ്ലോക്കിൻ്റെ ദൃശ്യങ്ങളാണ്. അതിന് മുന്നിലാണ് ഈ നേതാക്കൾ തടിച്ചുകൂടി നിൽക്കുന്നത്. മോചനം അല്പസമയത്തിനകം ഉണ്ടാകുമോ എന്നൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഉടനെ ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റോഷ്നി, ജയിലിന് മുന്നിലേക്ക് കൂടുതൽ നേതാക്കൾ എത്തിയിരിക്കുന്നു അല്ലെ? CPM നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ കാണാം. എല്ലാ നേതാക്കളുമുണ്ട്. എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിന് മുൻപാണ് ഇവിടേക്ക് നേതാക്കൾ എല്ലാവരും എത്തിയത്. നേരത്തെ ജാമ്യ അപേക്ഷ സ്വീകരിക്കുകയും അത് ജാമ്യം അനുവദിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് NIA കോടതിയിൽ നിന്നും ബിലാസ്പൂരിൽ നിന്നും വന്നപ്പോൾ തന്നെ ഇവിടെ നേതാക്കൾ എല്ലാവരും എത്തിയിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും എല്ലാ നേതാക്കളും തിരിച്ചെത്തിയിരിക്കുകയാണ്. മോചനത്തിനുള്ള സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴുള്ളത്. ഉണ്ട് എന്നുള്ളതാണ് BJP നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇക്കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരണം. നേരത്തെ അറിയിച്ചിരുന്ന അനുസരിച്ചാണെങ്കിൽ ബിലാസ്പൂരിലെ NIA കോടതിയിൽ നിന്ന് റോഡ് മാർഗം ഇവിടേക്ക് ഇതിനുള്ള ഉത്തരവ് എത്തണം. ഉത്തരവ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി അവിടുന്ന് ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജയിലിലേക്ക് ഉത്തരവ് എത്തിയാൽ മാത്രമേ ഇവർക്ക് മോചനം ലഭ്യമാകൂ എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. ഇതിപ്പോൾ എങ്ങനെയാണ് ഇമെയിൽ മുഖേന ആശയവിനിമയം നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരെയുണ്ട്. നേതാക്കൾ എല്ലാവരും ഇപ്പോൾ ചില ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ദൃശ്യങ്ങൾ വരുന്നുണ്ട്. മോചനമാണോ എന്നുള്ളതാണ്. ഏതായാലും ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കവാടം തുറക്കുന്നു. വാതിൽ തുറക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ദൃശ്യങ്ങൾ മോചനം നടന്നു. കന്യാസ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. കന്യാസ്ത്രീകൾ 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു. വളരെ വേഗം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴിതാ പുറത്തേക്ക് ഇറങ്ങുന്നു. നേതാക്കൾ അവരെ സ്വീകരിക്കുകയാണ്. മദർ സുപ്പീരിയർ അടക്കമുള്ള പ്രധാനപ്പെട്ട സന്യാസി സമൂഹത്തിൻ്റെ നേതൃത്വം അവരിലുണ്ട്. സഹോദരന്മാരെ കെട്ടിപ്പിടിച്ച് കരയുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. നമുക്ക് കാണാം നേതാക്കളാകെ എല്ലാവരും അവിടെയുണ്ട്. അതിനൊപ്പം തന്നെയാണ് നേതാക്കൾക്കൊപ്പം ഇതാ രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോൾ കന്യാസ്ത്രീകൾ, ജയിലിൽ കഴിഞ്ഞിരുന്ന കന്യാസ്ത്രീകൾ 2 പേർ, വന്ദന ഫ്രാൻസിസ്, പ്രീതി മേരി എന്നിവർ 2 പേർ ദൃശ്യങ്ങളിൽ കാണൂ. ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. 2 പേരതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ജയിൽ മോചിതരായിരിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച 8:30 ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജയിലിൽ അടച്ച 2 കന്യാസ്ത്രീകൾ ഇതാ പുറത്തേക്ക് വരുന്നു. പുറം ലോകം കാണുന്നു. കൃത്യമായ നിയമ നടപടികളുടെ ഭാഗമായി പലതവണ ആശകളുണ്ടായിരുന്നു, പ്രതീക്ഷകളുണ്ടായിരുന്നു. പലപ്പോഴും ആ പ്രതീക്ഷ തെറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ദുർഗ് സെഷൻസ് കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതിയിൽ, NIA കോടതിയിൽ ഒരു ദിവസത്തെ വാദം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു 2 സിസ്റ്റർമാർ, 2 കന്യാസ്ത്രീകൾ, മലയാളി കന്യാസ്ത്രീകൾ പുറത്തേക്ക് വരുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏതായാലും അവർക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കഴിയില്ല. മാധ്യമങ്ങളെ കാണരുതെന്നും കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും വിശദമാക്കരുതെന്നും പരസ്യമായി പ്രതികരിക്കരുതെന്നുമുള്ള കർശനമായ ഉപാധി അവർക്ക് വെച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അവർ പുറത്തേക്ക് വരുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും 9 ദിവസത്തിന് ശേഷം ജയിൽ മോചിതരായിരിക്കുകയാണ്. നേതാക്കൾക്കൊപ്പം അവരെ കാണാം.
വികാരാധീനരായി അവർ തങ്ങളുടെ ബന്ധുക്കളോടടക്കം കെട്ടിപ്പിടിച്ചുകൊണ്ട് ജയിലിന് പുറത്തേക്ക് അവർ ഇറങ്ങുന്ന കാഴ്ചകളാണ് കണ്ടത്. ഒപ്പം രാഷ്ട്രീയ നേതാക്കളെ അടക്കം കാണാം. 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ചെയ്യാത്തൊരു കുറ്റമെന്ന് അത്രത്തോളം പൊതുസമൂഹം തന്നെ ആവർത്തിച്ചു പറഞ്ഞ ഒരു സംഭവത്തിൽ ഇത്രയധികം ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം നമ്മുടെ മലയാളി കന്യാസ്ത്രീകൾ ഇതാ പുറത്തേക്ക് വരികയാണ്. അവർക്ക് മാധ്യമങ്ങളോടടക്കം പ്രതികരിക്കാൻ കഴിയില്ല. ജാമ്യ വ്യവസ്ഥകളിൽ അത്തരം കർശന ഉപാധികളുണ്ട്. മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്ന വളരെ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. ഇന്ന് എല്ലാവർക്കും നന്ദി പറയുന്നു, ജുഡീഷ്യറിക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി ഹോം മിനിസ്റ്റർ തന്ന വാക്ക്, ഇവിടെ സംസ്ഥാന സർക്കാർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല എന്ന് അവർ നടപ്പിലാക്കി. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയും എല്ലാവരും ഞാൻ കണ്ടു. അവരെല്ലാം ഞാൻ നന്ദി പറയുന്നു. ഇതിനെക്കുറിച്ച് ഇടപെടൽ തന്നെയാണോ ഇതിലേക്ക് നയിച്ചത്? ഇല്ല, ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് രാഷ്ട്രീയമൊന്നും ഇന്ന് പറയുന്നില്ല. ഇതൊരു വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക്. ഞങ്ങൾ ഇത് ഇറങ്ങി 5 ദിവസം മുമ്പ് ഇറങ്ങി ഞങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു. അധ്വാനം ഫലം കണ്ടു. അതെ, അധ്വാനിച്ചു. ഞങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു. സഭ ഞങ്ങളോട് പറഞ്ഞു സഹായിക്കണം, ഞങ്ങൾ സഹായിച്ചു.